ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ +2 ഡിഗ്രിയെ കഴിഞ്ഞ് ഒരു വക്കീലാവണമെന്ന് അതിയായി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ മുന്നിലുള്ളൊരു കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് LLBയുടെ പഠന സാധ്യതകൾ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോ കോളേജുകൾ, അവിടുന്ന് നടത്തുന്ന LLB എൻട്രൻസുകൾ ഏതൊക്കെ, അത് പൊതുവേ ഏതൊരു സമയത്താണ് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. പ്രധാനപ്പെട്ട LLB എൻട്രൻസുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോ കോളേജുകളും അവിടുത്തെ LLB സീറ്റുകളിൽ നടത്തുന്ന LLB എൻട്രൻസുകൾ, അത് പൊതുവേ ഒരു വർഷത്തിൽ ഏത് മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, അതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ എൻട്രൻസ് എന്ന് പറയുന്നത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലാറ്റ് എൻട്രൻസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ നാഷണൽ വൈസ് നടക്കുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ലോ എൻട്രൻസ് ആണ് ക്ലാറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ടോപ്പ് റാങ്കിങ് നാഷണൽ ലോ സ്കൂളിലെ LLB സീറ്റുകളിലേക്കാണ് ഈ ക്ലാറ്റ് എൻട്രൻസ് നടക്കുന്നത്. നമുക്കറിയാം, ഈ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി NLSU ബാംഗ്ലൂർ ഇന്ത്യയിലെ ടോപ്പ് നോച്ച് LLB അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് നോച്ച് ലോ ഡിഗ്രി കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടുത്തെ സീറ്റുകളിലേക്ക് നടത്തുന്ന എൻട്രൻസ് ആണ് ഈ ക്ലാറ്റ്. അതുപോലെ തന്നെ നൽസർ ഹൈദരാബാദ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നടത്തുന്ന സീറ്റുകളിലേക്ക് നടന്ന എൻട്രൻസ് ഏതാണ്? ക്ലാറ്റ് എൻട്രൻസ്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ലോ സ്കൂളിൽ ഒരെണ്ണം നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ കൊച്ചിയിലുണ്ട്, ന്യൂവാൽസ് കൊച്ചി. അവിടെ സീറ്റുകളിലേക്ക് നടത്തുന്ന എൻട്രൻസും ക്ലാറ്റ് എൻട്രൻസ്. അങ്ങനെ അപ്പോൾ ഈ ടോപ്പ് NLUs ഇന്ത്യയിലെ ടോപ്പ് ലോ സ്കൂളുകളിലേക്കുള്ള LLB സീറ്റുകളിലേക്ക് ട്രൈ ചെയ്ത് കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് എന്ന് പറയുന്നത് ക്ലാറ്റ് എൻട്രൻസ് ആണ്. പൊതുവേ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് നോർമലി എക്സാം ഒരു ഡിസംബറിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാറ്റ് 2026 നോട്ടിഫിക്കേഷൻ ഓൾറെഡി 2025 വിളിച്ചു, അതിൻ്റെ പരീക്ഷയും കഴിഞ്ഞു. ഇനി 2026 ഈ അടുത്ത വർഷത്തിൽ വിളിക്കാൻ പോകുന്ന ക്ലാറ്റ് 2027 നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ എക്സ്പെക്റ്റ് ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് ആൻഡ് എക്സാം ഇൻ ഡിസംബർ. അപ്പോൾ നിങ്ങൾക്കത് ഈ ടോപ്പ് NLUസിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റ്ലി എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ക്ലാറ്റ് എൻട്രൻസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് ഇനി കേരളത്തിലെ 4 പ്രമുഖ സർക്കാർ ലോ കോളേജുകൾ ഇല്ലേ? ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം, ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ, ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്, ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം. ഈ 4 പ്രസ്റ്റീജിയസ് ലോ കോളേജിലേക്കും മറ്റ് ഏതാനും പ്രൈവറ്റ് ലോ കോളേജിലെയും 3 ഇയർ 5 ഇയർ LLB സീറ്റിലേക്ക് നടത്തുന്ന എൻട്രൻസ് ആണ് കേരള ലോ എൻട്രൻസ് എന്ന് പറയുന്നത്. നോർമലി നോട്ടിഫിക്കേഷൻ ഒരു ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക് വന്നിട്ട് എക്സാം ഒരു ജൂണിൽ നടത്താനാണ് സാധ്യത. അപ്പോൾ കഴിഞ്ഞ വർഷമല്ല, ഈ വർഷം 2025 മെയ് ആദ്യവാരം നോട്ടിഫിക്കേഷൻ വന്ന് ജൂൺ 1-ാം തീയതി പരീക്ഷ. അപ്പോൾ ഈ വർഷം അടുത്ത വർഷം 2026 മോസ്റ്റ് പ്രോബബിൾ ഈ ഒരു ഡേറ്റിന് തന്നെ ആയിരിക്കും എക്സാം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കേരളത്തിലെ 4 പ്രമുഖ സർക്കാർ ലോ കോളേജിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി എഴുതാൻ പറ്റി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് കേരള ലോ എൻട്രൻസ്. അടുത്ത് നമുക്ക് ക്യുസാറ്റ് കാറ്റ്. ഓക്കെ, ക്യുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് കളമശ്ശേരിയിൽ അവരുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയാണ്. അവിടുത്തെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LLB സീറ്റുകളിലേക്ക് 5 ഇയർ LLB സീറ്റിലേക്ക് അവർ ക്യുസാറ്റ് കാറ്റ് എന്ന് പറഞ്ഞൊരു എൻട്രൻസ് അവർ നടത്തുന്നത്. നോർമലി പറയുന്ന ഒരു ജാനുവരി നോട്ടിഫിക്കേഷൻ വന്ന് ഒരു മെയ് മാസത്തിലായിരിക്കും നോർമലി എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എക്സാം അവർ നടത്താറുള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ ക്യാമ്പസ് വരുന്നത് ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് തന്നെയാണ്, കളമശ്ശേരിയിൽ തന്നെയാണ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമ്പസ് വരുന്നത്. പിന്നെ അടുത്തത് MG യൂണിവേഴ്സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റായ സിൽറ്റ് സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിലെ 5 ഇയർ LLB സീറ്റിലേക്ക് നടത്തുന്ന എൻട്രൻസും MG യൂണിവേഴ്സിറ്റി കാറ്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ക്യാമ്പസ് വരുന്നത് കോട്ടയത്താണ്. ഇവരുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് സിൽറ്റ് ക്യാമ്പസ് വരുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ നോർമലി ഒരു ഏപ്രിൽ വന്നിട്ട് എക്സാം ഒരു ജൂണിലാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പോൾ അവിടെ 5 ഇയർ LLB ആണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു പരീക്ഷയാണ് MG യൂണിവേഴ്സിറ്റി കാറ്റ്. അടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് SLS സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡി. SLSലേക്കുള്ള 5 ഇയർ LLB സീറ്റിലേക്ക് നടത്തുന്ന എൻട്രൻസ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കാറ്റ്. അതുപോലെ തന്നെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് മഞ്ചേശ്വരത്തും ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ തലശ്ശേരിയിലും ക്യാമ്പസ് ഉണ്ട്. തലശ്ശേരിയിൽ 5 ഇയർ LLBക്കാണ് സീറ്റുകളുള്ളത്. മഞ്ചേശ്വരത്ത് 3 ഇയർ LLBക്കും സീറ്റുണ്ട്. അപ്പോൾ 3 ഇയർ LLB 5 ഇയർ LLB കണ്ണൂർ യൂണിവേഴ്സിറ്റി നോക്കുന്നവർ എഴുതേണ്ട എക്സാമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കാറ്റ്. നോർമൽ നോട്ടിഫിക്കേഷൻ ഒരു ഏപ്രിൽ വന്നിട്ട് ഒരു മെയ് ജൂൺ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നുണ്ട് എക്സാം വരാറ്. ഇനി അടുത്തത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ 5 ഇയർ സീറ്റുകളിലേക്ക് 5 ഇയർ LLB സീറ്റുകളിലേക്ക് നടത്തുന്ന എൻട്രൻസ് ആണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി കാറ്റ്. ഓക്കെ, ഇവർക്ക് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറത്ത് ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിലും ക്യാമ്പസ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ അവിടത്തേക്ക് നടത്തുന്ന എൻട്രൻസ് ആണ് AMU CAT. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം ഞാൻ. പിന്നെ വരുന്നത് കേരള ലോ അക്കാദമി എൻട്രൻസ്. കേരള ലോ അക്കാദമി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ ഒരു പ്രൈവറ്റ് കോളേജാണ്. ആ പ്രൈവറ്റ് കോളേജിലേക്കുള്ള അവരുടെ സീറ്റുകളിലേക്ക് അവരൊരു സെപ്പറേറ്റ് എൻട്രൻസ് നടത്തും. അവർ കേരള ലോ എൻട്രൻസ് വഴിയും കുട്ടികളെ എടുക്കുന്നത്, അതുപോലെ തന്നെ അവരൊരു സെപ്പറേറ്റ് ലോ എൻട്രൻസ് അവർ നടത്തുന്നുണ്ട്. ഓക്കെ, അവർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ട്രിവാൻഡ്രത്തെ പേരൂർക്കടയിലാണ് ക്യാമ്പസ് വരുന്നത്. ഓക്കെ, അവിടെ 5 ഇയർ LLBക്ക് എൻട്രൻസും 3 ഇയർ LLBക്ക് അവിടെ എക്സാം ഇല്ല, ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുക 3 ഇയർ LLB സീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട എൻട്രൻസുകൾ വരുന്നത്. ഇനി നാഷണൽ ലെവലിൽ നടക്കുന്ന വേറെ കുറച്ച് ലോ എൻട്രൻസുകൾ ഉണ്ട്. അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ലോ എൻട്രൻസ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ അത് എന്ത് ചെയ്യുക, ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ട്രീറ്റ് ദിസ് ആസ് എ പാർട്ട് 1 വീഡിയോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുള്ള കുറച്ച് LLB എൻട്രൻസുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിതിൽ ഈ വീഡിയോയിൽ ഞാൻ കോഴ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന LLB ഡിഗ്രി ഏതാണ്, BBA ആണോ BA LLB ആണോ ഒന്നും ഞാൻ പറയുന്നില്ല. അത് ഓരോ വർഷം അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഈ എക്സാമുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. ആ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്, എൻട്രൻസിൻ്റെ സിലബസ്, നോട്ടിഫിക്കേഷൻ്റെ കണ്ടൻറ്റ്, എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലീഗൽ എൻട്രൻസായി ബന്ധപ്പെട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഈ ചാനലിലെ കണ്ടൻസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.